മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് രാജീവ് ദേവരാജ് തുടരുന്നു. രാജീവ്, ഈ സാമുദായിക ശക്തികളുമായി ബന്ധപ്പെട്ട എപ്പോഴത്തെയും നിലപാട് ഇപ്പോൾ അടവ് നയം എന്ന പേരിൽ CPM പലപ്പോഴും ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈദ്ധാന്തിക വശം EMS കേരളത്തിന് മുന്നിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ തുടർച്ച പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പല രൂപങ്ങൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. VSന്റെ കാലത്ത് VS എങ്ങനെ ഇടപെട്ടു എന്നത് വളരെ പ്രധാനമുണ്ടല്ലോ. പ്രത്യേകിച്ച് 2006-11 മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, മുന്നിട്ടേയും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് ആ കാലം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് VS എന്ന നേതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ തോന്നിയിരുന്നു അന്ന്? രതീഷ്, ഇപ്പോൾ VS അച്യുതാനന്ദൻ മതസാമുദായിക ശക്തികൾക്കെതിരെ മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. VS അച്യുതാനന്ദൻ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ വ്യക്തിപരമായിട്ടും അദ്ദേഹം ഒരു കറ തീർന്ന ഒരു മതേതരവാദി തന്നെയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തികളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇതിനു മുൻപ് അദ്ദേഹം നടത്തിയ NDF എന്ന സംഘടനയ്ക്കെതിരെ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടത്തിയ ഒരു പരാമർശം, അതിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് VS അച്യുതാനന്ദൻ വർഗീയവാദിയായിരുന്നു, മുസ്ലിം വിരുദ്ധനാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യം പോലും, അനുഭവം പോലും നമ്മൾക്കുണ്ടായി. അതിന് ഫേസ്ബുക്കിലൂടെ വലിയ പ്രചാരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ടായി. പിന്നീട് അത് റിപ്പോർട്ട് ചെയ്ത, അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ച MCA നാസർ എന്ന മാധ്യമപ്രവർത്തകൻ തന്നെ ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോഴാണ് VS അച്യുതാനന്ദൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നിട്ടും പക്ഷേ അപ്പോഴേക്കും VS അച്യുതാനന്ദനെ വർഗീയവാദിയാക്കി, അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ VS അച്യുതാനന്ദൻ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഒരു നിമിഷം, ദ ഗാർഡ് ഓഫ് ഓണറിന്റെ സമയമാണ്. അഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു പോലീസ് സേനാംഗങ്ങൾ. രാജ്യത്ത് തുടരാം. MCA നാസറിന്റെ വൈകാരികം എന്ന വാക്ക് അത്ര ശരിയല്ല. ഒരു മാധ്യമപ്രവർത്തന നിലയിൽ തന്റെ അനുഭവം VSനെ നേരിൽ കണ്ടപ്പോഴും ഒരു മർക്കട മുഷ്ടിക്കാരെന്ന് കേരളം നേരത്തെ അടയാളപ്പെടുത്തിയൊരു നേതാവ്, അതിൻ്റെ ഒരു കൺവേർട്ടഡ് വെർഷൻ എന്ന നിലയിൽ കേരളം പിന്നീട് കണ്ട നേതാവ്, അതിനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താൻ എങ്ങനെയാണ് സമീപിച്ചത് എന്ന കാര്യം വിശദീകരിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങേക്ക് തുടരാം. അങ്ങ് പറയൂ, എങ്ങനെയാണ് ആ കാലത്തെയും ആ നിലപാടിനെയും വീണ്ടും ഓർക്കാൻ കഴിയുക? രതീഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ VS അച്യുതാനന്ദൻ അടവ് നയം അല്ലെങ്കിൽ അത്തരത്തിൽ എന്ത് അടവുകൾ പാർട്ടി എന്ന രീതിയിൽ, സംഘടന എന്ന രീതിയിലാണെങ്കിലും ഒരുപക്ഷെ ചില വ്യക്തികൾ ചേർന്ന് പുതിയ ചില ബാന്ധവങ്ങൾക്ക് തുടക്കമിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് പാർട്ടിക്കുള്ളിൽ നടത്തിയാലും അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്ത നേതാവാണ് VS അച്യുതാനന്ദൻ. അത് ME രാഘവൻ 1985, അതായത് 80കളുടെ മധ്യത്ത് ബദൽ രേഖയുമായി വന്ന് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസുമായിട്ട് പ്രത്യേക അവരെ മുന്നണിയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു ബദൽ രേഖ അവതരിപ്പിച്ചപ്പോഴാണെങ്കിലും ശരി, അതിനുശേഷം 2001-2006 കാലത്ത് അന്ന് മുസ്ലിം ലീഗുമായി അടവ് നയത്തിന് വേണ്ടിയിട്ട് പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നേതാക്കൾ മുൻകൈയെടുത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിന് ഇതിനെല്ലാം VS അച്യുതാനന്ദൻ എതിർത്തിരുന്നു. ഒരുപക്ഷെ മതസാമുദായിക ശക്തികൾക്കെതിരെ നമ്മൾ നേരത്തെ കേൾപ്പിച്ച പ്രസംഗത്തിലെ അടവുകൾ എന്ന് VS അച്യുതാനന്ദൻ അത് പ്രത്യേകം പറഞ്ഞതും ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരെയാണ്. അങ്ങനെ VS അച്യുതാനന്ദൻ എപ്പോഴും രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ഇത്തരം ശക്തികൾക്ക് എതിരായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ആലപ്പുഴയിൽ SNDP നേതാവ്, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ 2016 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ വെയ് നടേശ കണക്ക് വെച്ചിട്ട് സംസാരിക്കൂ എന്ന് പറയാനുള്ള ആർജവമുള്ള നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അത്രമേൽ ആർജവം കാട്ടിയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്നത് വീണ്ടും അടിവരയിട്ട് പറയുകയാണ് അനുഭവങ്ങളിലൂടെ ഇന്നത്തെ മാധ്യമപ്രവർത്തകർ, അന്നൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ. ഒന്നുമല്ലാതെ ദൂരെ നിന്ന് മാറി നിന്ന് കണ്ട കേരളമാകെ VS എന്ന നേതാവ് എത്രത്തോളം ദഹിക്കുന്ന രാഷ്ട്രീയമാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് കേരളത്തിനെ ആരും ബോധ്യപ്പെടുത്തേണ്ടതില്ല. എങ്കിലും വീണ്ടും പറയാതിരിക്കാനാകില്ല ഒരു വലിയ വിയോഗം. കണ്ഠമിടറാതെ മുദ്രാവാക്യം മുഴക്കുമ്പോഴും ഇടനെഞ്ചിൽ കണ്ഠമിടറുന്നുണ്ട്. VS എന്ന രണ്ടക്ഷരത്തിലേക്ക് VS ചുരുങ്ങി വളർന്ന് വലുതായി വന്നപ്പോഴും ആ ഓർമ്മകൾ ഇരമ്പുകയാണ്.